നമസ്കാരം. പ്രധാന വാർത്തകൾ. പേവിഷബാധ. മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ ഹോമിയോ ഡോക്ടർ മരിച്ചു. കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ചേരിങ്ങൽ ഉസ്മാന്റെ ഭാര്യ റംലത്താണ് മരിച്ചത്. 2 മാസം മുമ്പ് വളർത്തുനായയുടെ നഖം തട്ടി റംലത്തിന് മുറിവേറ്റു. ബസ് സ്റ്റാൻഡിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകാരുടെ മിന്നൽ സമരം. യാത്രക്കാർ വലഞ്ഞു. പ്രതിഷേധിച്ച 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചർച്ചകൾക്ക് ശേഷവും ബസ്സുകൾ ഓടാൻ തയ്യാറായില്ല. നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്വന്തം നേട്ടം മാത്രം ചിന്തിക്കുന്നവരായി പുതുതലമുറ മാറിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സാമൂഹിക അവസ്ഥയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ പൊരുതാനുള്ള മനസ്സ് എല്ലാ കാലഘട്ടത്തും വേണമെന്നും മന്ത്രി. ചളവറ പഞ്ചായത്തിന്റെ ICP സ്മാരക പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി ഒരാഴ്ച. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണൽ 4 കേന്ദ്രങ്ങൾ. വിരമിച്ച അംഗനവാടി ജീവനക്കാർക്കും ഹെൽപ്പർമാർക്കും 1 വർഷമായി പെൻഷനില്ല. പലരും നിത്യവൃത്തിക്കും ചികിത്സയ്ക്കും ബുദ്ധിമുട്ടുന്നു. മണ്ണാർക്കാട് ICDS ഓഫീസിന് മുന്നിൽ ഇവരുടെ പ്രതിഷേധം. അമ്മയുടെ അറിവോടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ച കേസ്. രണ്ടാനച്ഛന് 80 വർഷവും അമ്മയ്ക്ക് 3 വർഷവും തടവ് ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി. സംഭവം നടന്നത് കഴിഞ്ഞ വർഷം. വിശദമായ വാർത്തകളിലേക്ക്. പേവിഷബാധയെ തുടർന്ന് മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ ഹോമിയോ ഡോക്ടർ മരിച്ചു. കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ചേരിങ്ങൽ ഉസ്മാന്റെ ഭാര്യ റംലത്താണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. 2 മാസം മുമ്പ് വീട്ടിലെ വളർത്തുനായയുടെ നഖം തട്ടി റംലത്തിന് മുറിവേറ്റിരുന്നു. വളർത്തുനായയായതിനാൽ ചികിത്സ തേടിയിരുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. നഖം തട്ടിയ നായ ദിവസങ്ങൾക്ക് ശേഷം ചത്തിരുന്നു. എന്നാൽ ഞായറാഴ്ച അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രികളിലും കോട്ടത്തറ ആശുപത്രിയിലും ചികിത്സ തേടി. ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. നിരീക്ഷണത്തിൽ കിടത്തിയ റംലത്തും ഭർത്താവ് ഉസ്മാനും തിങ്കളാഴ്ച പുലർച്ചെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനുമതിയില്ലാതെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയ റംലത്തിന് വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെടുകയും ഉച്ചയോടെ മരിക്കുകയുമായിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ഇവരുമായി ഇടപഴകിയവരോട് പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാൻ നിർദ്ദേശിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പരിഷ്കരിച്ച പാർക്കിംഗ് സംവിധാനത്തിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ചർച്ചകൾക്ക് ശേഷവും ഒത്തുതീർപ്പായില്ല. സർവീസ് നടത്താത്ത ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. മിന്നൽ പണിമുടക്കിൽ യാത്രക്കാർ വലഞ്ഞതോടെ KSRTC അധിക സർവീസുകൾ നടത്തി. ബസ് സ്റ്റാൻഡിലെ പരിഷ്കരിച്ച പാർക്കിംഗ് സംവിധാനത്തിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത്. കടമുറികൾക്ക് അഭിമുഖമായി പാർക്ക് ചെയ്യുന്നതിന് പകരം യാർഡിന് അഭിമുഖമായി പാർക്കിംഗ് അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. മിന്നൽ പണിമുടക്ക് ആരംഭിച്ചതോടെ ബസ് സ്റ്റാൻഡിൽ എത്തിയ യാത്രക്കാർ വലഞ്ഞു. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നഗരസഭാ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ബസ് ജീവനക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പരിഷ്കരിച്ച പാർക്കിംഗ് സംവിധാനം തുടരണമെന്നും അതിനുവേണ്ട എന്തു സഹായവും ചെയ്തു നൽകാമെന്നും ചെയർപേഴ്സൺ K ജാനകി ദേവി അറിയിച്ചെങ്കിലും ജീവനക്കാർ അംഗീകരിച്ചില്ല. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ച തീരുമാനം തന്നെ നടപ്പിലാക്കും. ബസ്സുകൾ ആളുകൾക്ക് കയറുന്ന അതിനനുസരിച്ച് നിർത്തുകയും, അതായത് ഗ്രൗണ്ടിലേക്ക് തിരിച്ച് നിർത്താൻ പറ്റില്ല. ആളുകൾക്ക് അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരു മരണം ഇവിടെ സംഭവിച്ചതാണ്. ഇനിയും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ബസ് ഇങ്ങോട്ട് തന്നെ തിരിച്ച് നിർത്തുകയും ആളെ കയറ്റി പോവുകയും ചെയ്യുക. സമരം അവസാനിപ്പിക്കുക. ഒരു പെട്ടെന്നൊരു സമരം കൊണ്ടുവന്നിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് സമരം ചെയ്യാൻ ഇവിടെ കഴിയില്ല. ആളുകളെ ജനങ്ങളെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബസ് സ്റ്റാൻഡിൽ ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്കുള്ള സൗകര്യാർത്ഥം തന്നെ ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വൈകിട്ട് 3 മണിക്ക് മുമ്പായി സർവീസ് ആരംഭിക്കാൻ ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പ് കർശന നിർദ്ദേശം നൽകി. എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞും ബസ്സുകൾ സർവീസ് ആരംഭിച്ചില്ല. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സർവീസ് നടത്താത്ത ബസ്സുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി തുടങ്ങി. യാത്രക്കാരെ ഇറക്കിവിട്ടതിനും പണിമുടക്ക് സൃഷ്ടിച്ചതിനും നിലവിലെ പെർമിറ്റ് ലംഘിച്ചതിനുമാണ് നോട്ടീസ് നൽകിയതെന്ന് ഒറ്റപ്പാലം ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ C മോഹനൻ പറഞ്ഞു. വ്യവസ്ഥകൾ ലംഘിച്ചതിനും നടപടി എടുക്കുന്നത്. RTO ബോർഡിന് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. ടീച്ചർ അല്ലെങ്കിൽ അമൗണ്ട് ഫീ ഈടാക്കുന്നതിനായിട്ട് ഫൈൻ ഈടാക്കുന്നതിനായിട്ട് ടീച്ചറും തയ്യാറാക്കിയിട്ടുണ്ട്. വൃത്തിയിട്ട ബസ്സുകൾക്കെതിരെ, അതുപോലെ ഡ്രൈവർമാർക്കെതിരെ, കണ്ടക്ടർക്കെതിരെ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. മിന്നൽ പണിമുടക്കിൽ യാത്രക്കാർ വലഞ്ഞതോടെ KSRTC ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നഗരസഭാ അധികൃതരുടെയും ആവശ്യപ്രകാരം 7 അധിക സർവീസുകളാണ് നടത്തിയത്. അതേസമയം ചില ബസ്സുകൾ വൈകിട്ടോടെ സർവീസ് നടത്തി. സ്വന്തം നേട്ടം മാത്രം ചിന്തിക്കുന്നവരായി പുതിയ തലമുറ മാറിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ.
എന്നാൽ പഴയ തലമുറ സമൂഹത്തിനു വേണ്ടി കൂടി പ്രവർത്തിക്കാൻ മുന്നിട്ട് ഇറങ്ങിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ 4ാമത് ICP സ്മാരക പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു മന്ത്രി. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റും നവോത്ഥാന നായകനുമായിരുന്ന ICP നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ICP സ്മാരക പുരസ്കാര സമർപ്പണവും സ്മൃതി സദസ്സുമാണ് തിങ്കളാഴ്ച നടന്നത്. ചളവറ പാലക്കാമ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പട്ടികജാതി ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം നേട്ടം മാത്രം ചിന്തിക്കുന്നവരായി പുതിയ തലമുറ മാറിയെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. പഴയ തലമുറ സമൂഹത്തിനു വേണ്ടി കൂടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയിരുന്നവരായിരുന്നു. സാമൂഹ്യ അവസ്ഥയിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ പൊരുതാനുള്ള മനസ്സ് എല്ലാ കാലഘട്ടത്തും വേണമെന്നും മന്ത്രി പറഞ്ഞു. അതായത് നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് എന്ത് നേട്ടം നമുക്കുണ്ടാകും എന്ന് കരുതിക്കൊണ്ടായിരിക്കരുത് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അത് പുതിയ തലമുറ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നുകൂടി നാം കാണുന്നു. ആ പ്രതിസന്ധിക്ക് ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. പുതിയ തലമുറ ഇങ്ങനെ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഓരോ കാലഘട്ടത്തിലും ഓരോ സാമൂഹിക വ്യവസ്ഥയിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകളുണ്ടാകും. അത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായിക്കൊണ്ട് പൊരുതാനുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ICP പോലെയുള്ള ആളുകൾ, EMS പോലെയുള്ള ആളുകൾ ചെയ്തത്. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ തങ്ങളുടെ സുഖസൗകര്യമല്ല, മറിച്ച് ഈ സമൂഹം നേരിടുന്ന ദുരിതമെന്താണ് അത് മനസ്സിലാക്കി ആ ദുരന്തങ്ങൾക്ക് പരിഹാരം തങ്ങളെക്കൊണ്ട് എത്ര കണ്ട് ചെയ്യാൻ കഴിയും അത് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവർ ഏറ്റെടുത്തത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ അല്ലെങ്കിൽ അവർ നമ്മെ വേർവിട്ട് പോയിട്ടും 26 വർഷം കഴിയുമ്പോൾ EMSനെ നാം അനുസ്മരിക്കുന്നത്. 23 വർഷം കഴിയുമ്പോൾ ICP നാം അനുസ്മരിക്കുന്നത്. ജനകീയ ആസൂത്രണത്തെ മുന്നിൽ നിന്ന് നയിച്ച മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്കാണ് 2024 ICP പുരസ്കാരം നൽകിയത്. ചടങ്ങിൽ എത്താൻ കഴിയാതിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിക്കായി P. മമ്മിക്കുട്ടി MLA പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാര നിർണയ സമിതി കൺവീനർ ഡോക്ടർ CP ചിത്രബാനു ആമുഖ പ്രഭാഷണം നടത്തി. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് K. ഗീത, P. K. അനിൽകുമാർ, P. സുനന്ദ, UP രാധിക, GP രാമചന്ദ്രൻ, സംഗീത ചേനംപുല്ലി, C. അബ്ദുൽ ഖാദർ, N. മനോജ്, പ്രഭാവതി തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി ഒരാഴ്ച. പ്രതീക്ഷയിലാണ് മുന്നണികൾ. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ അന്തിമഘട്ടത്തിലാണ്. ജൂൺ 4 നടക്കുന്ന വോട്ടെണ്ണലിന് ജില്ലയിൽ 4 കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് നടന്നിട്ട് 1 മാസം കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിലെ ഫലമറിയാൻ ഇനി ഒരാഴ്ച കാത്തിരുന്നാൽ മതി. ഫലം അറിയുന്ന ദിവസം അടുക്കുന്നതോടെ ആകാംക്ഷയിലാണ് മുന്നണികൾ. വോട്ടെണ്ണുന്നതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. മലപ്പുറം ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കും. തിരൂർ SSM പോളിടെക്നിക് കോളേജാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് നടക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ ചുങ്കത്തറ മാർത്തോമ കോളേജിലും വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂർ SSM പോളിടെക്നിക് കോളേജിലെ കേന്ദ്രത്തിലാണ് എണ്ണുക. 249 ടേബിളുകൾ വോട്ടുകൾ എണ്ണുന്നതിനായി സജ്ജീകരിക്കും. ഓരോ ടേബിളിലും കൗണ്ടിംഗ് സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിവരെ നിയോഗിക്കും. ആകെ 989 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. ഇവർക്കുള്ള പരിശീലനം നടന്നുവരികയാണ്. അമ്മയുടെ അറിവോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ചു. രണ്ടാനച്ഛന് 80ഉം അമ്മയ്ക്ക് 3 വർഷവും തടവ്. പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അമ്മയുടെ അറിവോടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ രണ്ടാനച്ഛൻ ഗുരുതരമായ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് 80 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചത്. കേസിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രഭാനുവാണ് ശിക്ഷ വിധിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്.
9 വയസ്സുള്ള പെൺകുട്ടിയെ താമസ വീട്ടിൽ വെച്ച് അമ്മയുടെ അറിവോടെ പ്രതിയായ രണ്ടാനച്ഛൻ ലൈംഗികാതിക്രമം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവ് എസ്റ്റേറ്റ് പടി സ്വദേശിയാണ് പ്രതി. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകണം. ചാലിശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാറാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. 17 സാക്ഷികളെ വിസ്തരിച്ച് 23 രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്കും ഹെൽപ്പർമാർക്കും 1 വർഷമായി പെൻഷനില്ല. പലരും നിത്യവൃത്തിക്കായി വീട്ടുജോലി ചെയ്യേണ്ട സ്ഥിതിയാണെന്ന് വിരമിച്ചവർ. ജീവിതം ദുരിതത്തിലായതോടെ ഇവർ മണ്ണാർക്കാട് ICDS പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ICDS മണ്ണാർക്കാട് അഡീഷണൽ പ്രൊജക്റ്റിൽ നിന്ന് 2023 ഏപ്രിൽ 30 വിരമിച്ചവരാണ് പ്രതിഷേധവുമായി എത്തിയത്. മെയിൻ പ്രൊജക്റ്റിൽ നിന്ന് വിരമിച്ചവർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല. 62 വയസ്സിൽ വിരമിച്ച ഇവർക്ക് മറ്റ് ജോലികൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. രോഗികളായ പലർക്കും മരുന്നിന് പോലും പണമില്ലാത്ത സ്ഥിതിയാണ്. ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. മക്കളില്ലാത്തവർ വീട്ടുജോലിക്കും മറ്റും പോയാണ് ജീവിച്ചു പോകുന്നത്. ആരെങ്കിലും വീട്ടിൽ അടിച്ചു വരാനോ കട അടിച്ചു വരാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോകും. വേറെ കുട്ടികളോ മക്കളോ ഒന്നുമില്ല. ചെറിയൊരു വീടുണ്ട്, ഓടിട്ട വീട്, അതിലാ താമസം. അപ്പോൾ ഒരു വരുമാനമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ മാക്സി ചുരിദാർ വിട്ട് അങ്ങനെ ഉണ്ടൊക്കെ കൊടുങ്ങി വെക്കും. അങ്ങനെ ജീവിതം. ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ പെൻഷൻ ഉടൻ നൽകുമെന്ന മറുപടിയാണ് 1 വർഷമായി ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകുമെന്നാണ് അവസാനമായി പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ടും 1 മാസമായി. ജോലി ഉണ്ടായിരുന്നപ്പോൾ സംഘടനകളിൽ സജീവമായിരുന്നു ഇവർ. പക്ഷേ ഇവരുടെ പ്രശ്നത്തിൽ സംഘടനകളും കൈമലർത്തുകയാണ്. അടിയന്തരമായി തങ്ങളുടെ പെൻഷൻ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മണ്ണാർക്കാട് അഡീഷണൽ പ്രൊജക്റ്റിൽ നിന്ന് 2023 ഏപ്രിൽ 30 വിരമിച്ചവരാണ്. ഇത് ഞങ്ങൾ അംഗൻവാടി ജീവനക്കാർ, വർക്കേഴ്സും ഉണ്ട്, ഹെൽപ്പേഴ്സും ഉണ്ട്. ഞങ്ങൾക്ക് നാളെ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അവകാശപ്പെട്ട പെൻഷനോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷേമനിധിയുടെ ഫണ്ടോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ അനുവദിച്ച് തന്നിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഫണ്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ 62 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഞങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ജോലി നോക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ പലവരും ആരോഗ്യ പ്രശ്നങ്ങൾ പല ഉള്ളവരാണ്. അതുമാതിരി കുടുംബത്തിൽ കുട്ടികളില്ലാത്തവർ, അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പെൻഷൻ മാത്രമാണ് ഒരാശ്രയം. അത് ഏറ്റവും കഴിയുന്നതും വേഗം ഇതിൻ്റെ അധികൃതർ ഇതിൻ്റെ വേണ്ട എല്ലാ നടപടികളും അത് ചെയ്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണത്. കെ നാരായണിക്കുട്ടി, ഉഷ ഗോപിനാഥ്, രുക്മിണി, KJ ഏലി, ബേബിക്കുട്ടി, ഭാഗ്യലക്ഷ്മി, മുത്തുക്കുട്ടി, കുഞ്ഞ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ വീതം വെപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന് നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് നിലവിലെ പ്രസിഡന്റ് KT അഫ്സൽ. മുൻ ധാരണാപ്രകാരം അഫ്സൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ വീതം വെപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായില്ല. നിലവിലെ പ്രസിഡന്റ് KT അഫ്സൽ ഈ മാസം 20-നകം സ്ഥാനം ഒഴിയണമെന്നും മുൻ ധാരണാപ്രകാരം MP മജീദിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറണമെന്നും ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അഫ്സൽ സ്ഥാനമൊഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. നേതാക്കളെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ അഫ്സൽ ശ്രമവും നടത്തുന്നുണ്ട്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആദ്യ 1 വർഷം CT നൌഷാദ് അലിയായിരുന്നു പ്രസിഡന്റ്. മുൻ ധാരണാപ്രകാരം 2 വർഷം KT അഫ്സലിനും പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. പഞ്ചായത്ത് മണ്ഡലം നേതാക്കൾ ഇടപെട്ടിട്ടും പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. അതേസമയം ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടവേള. മറ്റ് വാർത്തകൾ. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം വിളിച്ചു ചേർത്തു. റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തിങ്കളാഴ്ച വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം വിളിച്ചു ചേർത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഡെപ്യൂട്ടി കളക്ടർ സാബു K ഐസക്, ഡെപ്യൂട്ടി തഹസിൽദാർ KP മധു, പ്രൊജക്ട് എഞ്ചിനീയർ ഗീവർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മേൽപ്പാല നിർമ്മാണത്തിൽ റെയിൽവേയുടെ ഭാഗമൊഴിച്ചുള്ള പ്രവൃത്തികൾ നടത്തുന്നത് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ്. മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം 2 മാസം മുമ്പ് നടത്തിയിരുന്നു. തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി ആരായുന്നതിനായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്.
സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള PWD നേതൃത്വത്തിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ നേതൃത്വത്തിലൊക്കെയാണ് നമ്മുടെ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ PWD ഭാഗത്തിന്റെ മുകളിലുള്ള വർക്ക് ചെയ്യുന്നത്. റെയിൽവേ ക്രോസിന് മുകളിലുള്ള റെയിൽവേ ഭൂമിക്കകത്ത് റെയിൽവേയുടെ നേതൃത്വത്തിലാണ് ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടെൻഡർ ആയിരിക്കും, ഒന്നിച്ച് തന്നെയാണ് നടക്കുക, പക്ഷെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ് നടക്കുന്നത്. ഇതിൽ നമ്മുടെ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് PWD യുമായി ബന്ധപ്പെട്ടുള്ള വർക്കിന് നേതൃത്വം നൽകുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള സാബു സാറ്, അതുപോലെ തന്നെ ഈ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടുള്ള മധു സാറും, പിന്നെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗീവർഗീസ് എന്ന് പറയുന്ന സാറുമാണ് ഇന്നിപ്പോൾ ഇവിടെ. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ് സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ET മുഹമ്മദ് ബഷീർ MP. വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 35ാം വാർഷികവും സെക്രട്ടറി P. കോയക്കുട്ടിക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിൽ വന്ന എല്ലാ മാറ്റങ്ങളും ഈ മേഖലയോടുള്ള ജനങ്ങളുടെ വിശ്വാസം കൊണ്ടാണെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയും തന്നെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ബാങ്കിങ് ഇൻഡസ്ട്രി സഹകരണ മേഖലയിൽ വന്നിട്ടുണ്ട്. സഹകരണ മേഖലയിൽ ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ വന്നതൊക്കെ അതിൻ്റെ ഒരു വിശ്വസത കൊണ്ടാണ്. പക്ഷെ എല്ലാവരും അക്കാര്യത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 1-2 ആളുകളുണ്ടായാൽ മതി ചീത്തയാക്കാൻ. ഇവിടെ മാഷിവിടെ പറഞ്ഞതുപോലെ അതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടി വർക്ക് ചെയ്തുകൊണ്ടാണ്. നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. കേവലം ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഈ നാടിൻ്റെ പൊതുകാര്യങ്ങളിൽ വളരെ വലിയ ഇടപെടലുകൾ ഈ ബാങ്കിന് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ, ഈ നാട്ടിലെ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളുടെ സഹായിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ബാങ്കിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവർക്കും പലതരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, അതെല്ലാം 35ാം വാർഷികം ആഘോഷിക്കുന്ന ബാങ്കിൽ നിന്നും 32 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സെക്രട്ടറി P. കോയക്കുട്ടി വിരമിക്കുന്നത്. സെക്രട്ടറി P. കോയക്കുട്ടിയെ ET മുഹമ്മദ് ബഷീർ MP ഉപഹാരം നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ ഉപഹാരവും MP കൈമാറി. ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ ഉള്ളതാണെന്ന് P. ഉബൈദുള്ള MLA പറഞ്ഞു. അപ്പോൾ എല്ലാ രംഗത്തും, ആതുര സേവന രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ, ഇതുപോലെ ബാങ്കിങ് മേഖലയിൽ, അതോടൊപ്പം വ്യക്തികൾ നിർവഹിച്ചു വന്നിരുന്ന നിർമ്മാണ പ്രവർത്തികളുണ്ട്, കോൺട്രാക്ട് ജോലികൾ. ആ കോൺട്രാക്ട് ജോലികൾ പോലും ഭംഗിയായി ഏറ്റെടുത്ത് നടത്തുന്ന ലേബർ കോപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും ഈ സഹകരണ പ്രസ്ഥാനത്തിന് വളർന്ന് പന്തിരിക്കാൻ കഴിഞ്ഞത് സഹകാരികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ബാങ്ക് പ്രസിഡന്റ് M. സൈദലവി, മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ P. ബഷീർ, പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് രജിസ്ട്രാർ P. ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മോളിമ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. സെക്രട്ടറി P. കോയക്കുട്ടി മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് 7 മണിക്ക് ഇശൽ നൈറ്റും അരങ്ങേറി. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ വല്ലപ്പുഴ കുറുവട്ടൂർ ഇന്ദിരാഭവന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന സദസ്സ് മുൻ മന്ത്രിയും MLAയുമായ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ലെന്നും രാജ്യത്തിന്റെ വളർച്ചയിലും വികാസത്തിലും കോൺഗ്രസ് വഹിച്ച പങ്ക് മഹത്തരമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ചിട്ടയായി പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ആ ഒരു ഉത്തരവാദിത്തം പലരും ഏറ്റെടുക്കാത്തപ്പോൾ നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കോൺഗ്രസ് കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സ്വഭാവത്തെ നിലനിർത്താൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാജ്യത്ത് നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആ തെരഞ്ഞെടുപ്പ് കൂടി, ആ ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ 7 ഘട്ടങ്ങളിലായി വിശാലമായ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുകയാണ്. പിന്നെ 4-ാം തീയതി വോട്ട് എണ്ണുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ
അതിൻ്റെ ഏറ്റവും തീവ്രമായ സ്വഭാവത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CT യൂസഫ് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ്, മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട്, ബിന്ദു സന്തോഷ്, അലി ആലിക്കൽ, നസീർ ആലിക്കൽ, K ദാവൂദ്, അബ്ബാസ് കിഴക്കേക്കര, MT വീരാൻകുട്ടി, AV മരക്കാർ, MK മൊയ്തു, KK ഹസൻ, VP ഉണ്ണീൻകുട്ടി, VP മമ്മി, മുസ്തഫ, K അഷറഫ് അലി, ഹക്കീം ചൂരക്കോട്, KK ഹുസൈൻ, മൻസൂർ ചൂരക്കോട്, നൗഫൽ വട്ടപ്പറമ്പിൽ, ജാഫർ വളക്കോട്ടിൽ, താഹിർ കളത്തിൽ, A ബഷീർ, ഹാഫിസ് കോമഞ്ചേരി, MT നൌഷാദ് ബാബു, A സന്തോഷ്, ഷാഫി കാരക്കാട്, നിസാർ തിരുവേഗപ്പുറ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വിജയികൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു. മണ്ണാർക്കാട് പാറപ്പുറം സഹൃദയ സ്വയം സഹായ സംഘം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാറപ്പുറം NSS ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. അനുമോദന യോഗം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് M ചന്ദ്രദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നലെ വിദ്യാഭ്യാസ രീതിയല്ല ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ ഞാനും അതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രായമായ സുഹൃത്തുക്കളും പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. സംഘം പ്രസിഡന്റ് R ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റ് വിതരണവും നടത്തി. നഗരസഭാ കൗൺസിലർ CP പുഷ്പാനന്ദ്, സംഘം ജോയിന്റ് സെക്രട്ടറി രതീഷ് നെച്ചുള്ളി, കൺവീനർ സുധാകരൻ, ട്രഷറർ സണ്ണി V തോമസ്, MK ഹരിദാസ്, M നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വഴിതെറ്റി വന്ന ട്രെയിലർ തിരിക്കുന്നതിനിടെ റോഡിൽ കുടുങ്ങി. 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കുളക്കാടാണ് സംഭവം. പാലക്കാട് ഭാഗത്ത് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകേണ്ട ട്രെയിലറാണ് വഴിതെറ്റി ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് വന്നത്. കുളക്കാട് ഷാപ്പുംപടിയിലെത്തിയതോടെയാണ് വഴിതെറ്റിയ കാര്യം ഡ്രൈവർ മനസ്സിലാക്കിയത്. തുടർന്ന് വണ്ടി തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിൽ കുടുങ്ങുകയായിരുന്നു. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ഡ്രൈവർ ഏറെ നേരം പരിശ്രമിച്ചിട്ടും വണ്ടി തിരിക്കാനും മാറ്റാനും കഴിഞ്ഞില്ല. ഇതോടെ രാവിലെ ജോലിക്കിറങ്ങിയവരും വിദ്യാർത്ഥികളുമെല്ലാം വഴിയിൽ കുടുങ്ങി. പിന്നീട് റോഡ് റോളർ കൊണ്ടുവന്ന് തള്ളിയും വലിച്ചുമാണ് ട്രെയിലർ മാറ്റിയത്. അപ്പോഴേക്കും സമയം 9:15 കഴിഞ്ഞിരുന്നു. വാഹനങ്ങളുടെ നീണ്ട നിരയും റോഡിൽ രൂപപ്പെട്ടു. കേരള NGO യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. P മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോലാണ് കൈമാറിയത്. P മമ്മിക്കുട്ടി MLA ഗുണഭോക്താവായ സാബിറയുടെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറി. കേരളത്തിലെ ഏറ്റവും സംഘടിതമായ സുശക്തമായ ജീവനക്കാരുടെ സംഘടനയായി നിലനിൽക്കുന്ന ആ സംഘടന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് ആവശ്യകതകൾ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ മേഖല കണ്ടെത്തി ആ മേഖലയിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മാണം നടക്കുന്നത്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K മഹേഷ് അധ്യക്ഷനായി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി R സാജൻ, ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, CPIM വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, KP സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ VK ജയശ്രീ, V സിന്ധു, KS മഞ്ജിമ, സുജിത് P രാജ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ശിവദാസ് എന്നിവർ സംസാരിച്ചു. മുണ്ടക്കോട്ടുകുരിശി തൃക്കാരമണ്ണ കൈലാസപുരിയിൽ 7ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുയിസത്തെ എതിർക്കുന്ന ഹിന്ദുക്കളെയാണ് ഭയപ്പെടുന്നതെന്ന് ദേവൻ പറഞ്ഞു. തൃക്കാരമണ്ണ ശിവക്ഷേത്ര ജനകീയ സമിതി ഓഡിറ്റോറിയത്തിലാണ്
മെയ് 26 മുതൽ ജൂൺ 2 വരെ നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായത്. വൈകിട്ട് വാണീർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത മലയാള സിനിമാ താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുയിസത്തെ എതിർക്കുന്ന ഹിന്ദുക്കളെയാണ് താൻ കൂടുതൽ ഭയപ്പെടുന്നതെന്ന് ദേവൻ പറഞ്ഞു. ഞാനൊരു ഹിന്ദു ആണെന്ന് പറയാനും എനിക്ക് ഒരു സങ്കോചമൊന്നുമില്ല. ഞാനൊരു ഹിന്ദുവാണ്. ഇപ്പോൾ വീർ സവാർക്കർ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഹിന്ദുയിസത്തെ എതിർക്കുന്ന ഹിന്ദുക്കളെയാണെന്നുള്ളതാണ്. ഹിന്ദുയിസത്തെ എതിർക്കുന്നവർ മറ്റ് മതക്കാരേറെ ഹിന്ദുക്കൾ തന്നെയാണ്. നിങ്ങൾക്കെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ മാറ്റം വരുത്തണമെങ്കിൽ ഇതേപോലെ സപ്താഹങ്ങൾ ഉണ്ടാവണം. ഹിന്ദുയിസത്തെ പറ്റി, നമ്മുടെ ഭാരതീയ സംസ്കാരമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണത്. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയാണ് ഭാരതീയ ജനത. ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഭൂമിയാണ് നമ്മുടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ വളരെ സ്പഷ്ടമായി തന്നെ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. വെള്ളിനേഴി ഹരികൃഷ്ണനാണ് യജ്ഞത്തിന്റെ മുഖ്യ ആചാര്യൻ. കുരളിപ്പുറം കൃഷ്ണൻ നമ്പൂതിരി, കറുത്തേടത്ത് കൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ. MK ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ കാട്ടുമന നാരായണൻ നമ്പൂതിരി, ചേറമ്പറ്റമന മണികണ്ഠൻ ഭട്ടതിരിപ്പാട്, രാമചന്ദ്രൻ എമ്പ്രാതിരി, ബോംബെ ഭവൻ രാജൻ നായർ, ഉണ്ണികൃഷ്ണൻ നായർ കാക്കശ്ശേരി, KV ജയൻ മാസ്റ്റർ, PK വേണുഗോപാൽ ശ്രീനിലയം തുടങ്ങിയവർ പങ്കെടുത്തു. സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും അന്നദാനവും നടക്കും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാലയിൽ LSS, USS, SSLC, +2 വിജയികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷനായി. വായനശാല പ്രസിഡന്റ് K രാമൻ നമ്പൂതിരി, സെക്രട്ടറി K വിദ്യാധരൻ, MM സാവിത്രി, M ചാമി, പാർവണ ജി വാര്യർ എന്നിവർ സംസാരിച്ചു. K പ്രസാദ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. വീടാണ് അല്ലേ, പൊതുവിൽ അല്ലേ, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടി ചെല്ലാൻ കഴിയുന്ന നമ്മുടെ ഇടം നമ്മുടെ വീടാണ്. എന്നാൽ നമ്മുടെ സമൂഹം എന്ന നിലയിൽ, നാട് എന്ന നിലയിൽ പൊതുവായ കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാനും ഒത്തുചേരാനും നമുക്ക് ചർച്ചകൾ നടത്താനും ഒക്കെ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരിടം എന്ന് പറയുന്നത്, പൊതു ഇടം എന്ന് പറയുന്നത് നമ്മുടെ വായനശാലകളാണ്. ഹോട്ടൽ ആൻഡ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമ്പുഴ സെന്ററിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. K പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകല അധ്യക്ഷയായി. KU സുബൈർ, സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളുമൊക്കെ നമ്മുടെ നാടിനെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ ശുചിത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് S-ന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി വിദ്യാലയങ്ങൾ ശുചീകരിച്ചു. NYCS മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കട ഗവൺമെൻറ് LP സ്കൂൾ, വാഴയൂർ ALP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെബിൻ തൂത, ഷാഹുൽ ഹമീദ്, ഫൈസൽ, അക്ഷയ് ദാസ്, ശീലത്ത് സുബൈർ, ഷെരീഫ്, KV ദാസ്, ബഷീർ ഹാജി, ഭാസ്കരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്കട സ്കൂൾ പ്രധാനാധ്യാപകൻ മുസ്തഫ, PTA പ്രസിഡന്റ് ശിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം ഡെപ്യൂട്ടി കളക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച നെല്ലായ ഏഴുവന്തല സ്വദേശി KP സക്കീർ ഹുസൈനെ സഹപാഠികളായ മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സുലൈഖ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാംകുമാർ അധ്യക്ഷത വഹിച്ചു. അനുരക്ത, അബൂബക്കർ, രവി, ഷക്കീല, സുധാകരൻ, രഘു, മുരളി, ഗീത, ശ്രീനിവാസൻ, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇതോടൊപ്പം 2023-2024 വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെയും അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പേവിഷബാധ, മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ ഹോമിയോ ഡോക്ടർ മരിച്ചു.
കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ചേരിങ്ങൽ ഉസ്മാന്റെ ഭാര്യ റംലത്താണ് മരിച്ചത്. 2 മാസം മുമ്പ് വളർത്തുനായയുടെ നഖം തട്ടി റംലത്തിന് മുറിവേറ്റു. ബസ് സ്റ്റാൻഡിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകാരുടെ മിന്നൽ സമരം. യാത്രക്കാർ വലഞ്ഞു. പ്രതിഷേധിച്ച 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചർച്ചകൾക്ക് ശേഷവും ബസ്സുകൾ ഓടാൻ തയ്യാറായില്ല. നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്വന്തം നേട്ടം മാത്രം ചിന്തിക്കുന്നവരായി പുതുതലമുറ മാറിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സാമൂഹിക അവസ്ഥയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ പൊരുതാനുള്ള മനസ്സ് എല്ലാ കാലഘട്ടത്തും വേണമെന്നും മന്ത്രി. ചളവറ പഞ്ചായത്തിന്റെ ICP സ്മാരക പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി ഒരാഴ്ച. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണൽ 4 കേന്ദ്രങ്ങൾ. വിരമിച്ച അംഗനവാടി ജീവനക്കാർക്കും ഹെൽപ്പർമാർക്കും 1 വർഷമായി പെൻഷനില്ല. പലരും നിത്യവൃത്തിക്കും ചികിത്സയ്ക്കും ബുദ്ധിമുട്ടുന്നു. മണ്ണാർക്കാട് ICDS ഓഫീസിന് മുന്നിൽ ഇവരുടെ പ്രതിഷേധം. അമ്മയുടെ അറിവോടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ച കേസ്. രണ്ടാനച്ഛന് 80 വർഷവും അമ്മയ്ക്ക് 3 വർഷവും തടവ് ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി. സംഭവം നടന്നത് കഴിഞ്ഞ വർഷം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.